ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളൊരു 2017 ഫോർച്യൂണർ ആണ്. നമുക്ക് ഫോർച്യൂണറിലേക്ക് എപ്പോഴും എൻക്വയറി വരുന്ന ഏറ്റവും ബെസ്റ്റ് സസ്പെൻഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് ലെജൻഡർ കൺവേർഷൻ കിറ്റും അതിൻ്റെ കൂടെ തന്നെ എൻഡൂറ പ്രോ പ്ലസ് വിത്ത് EDFC 5 കിറ്റാണ്. സോ എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. അപ്പോൾ ഇതാണ് ഫോർച്യൂണറിന് അവൈലബിൾ ആയിട്ടുള്ള രണ്ട് സസ്പെൻഷൻസ് വരുന്നത്. ഒന്ന് എൻഡൂറ പ്രോ പ്ലസ്, നമ്മളിപ്പം ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന വെഹിക്കിളിൽ എൻഡൂറ പ്രോ പ്ലസ് ആണ്. ഇതാണ് 4x4 വരുന്നത്. ഇതിൽ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഏകദേശം 1.5 ഇഞ്ച് ലിഫ്റ്റ് ഉണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഹൈറ്റ് വേണമെങ്കിൽ ഇതിനകത്ത് ത്രെഡിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എൻഡൂറ പ്രോ പ്ലസിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, ഡയറക്റ്റ് OEM ആ ഒരു സ്റ്റോക്ക് ഇതിൽ തന്നെയായിരിക്കും വരിക. പിന്നെ ഇതിൽ കുറച്ച് ഹെവിയാണ്, 4x4 പർപ്പസ് എന്തായാലും കുറച്ച് ഹെവി ആയിട്ട് തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ എൻഡൂറ പ്രോ പ്ലസിൻ്റെ ഇൻസ്റ്റാളേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ടീനിൻ്റെ എൻഡൂറ പ്രോ പ്ലസ് ഡാമ്പേഴ്സ്. ഇതാണ് OE ഡാമ്പർ വരുന്നത്. ഈ സെയിം ലെങ്ത് തന്നെയാണ് എൻഡൂറ പ്രോ പ്ലസിൽ നമ്മൾ ടീനിൻ്റെയും വരുന്നത്. ഇതിൽ പക്ഷേ സ്പ്രിങ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന OEM സ്പ്രിങ് തന്നെയാണ്. ഈ മേളിൽ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ ആ മോട്ടർ. ഈ മോട്ടറാണ് ഇതിൻ്റെ ഡാമ്പിംഗ് ഫോഴ്സ് കൺട്രോൾ ചെയ്യുക. ഈ മോട്ടറിൽ നിന്നുള്ള കണക്ഷൻ നേരെ ഹെഡ് അപ്പ് യൂണിറ്റിലോട്ടാണ് പോവുക. ഇതാണ് മോട്ടർ വരുന്നത്. ഈ മോട്ടർ ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സസ്പെൻഷൻ്റെ ഉള്ള ഡാമ്പിംഗ് ഫോഴ്സ് ചേഞ്ച് ആവുകയാണ് ചെയ്യുക. ഇനി റിയർ നോക്കാം. അപ്പോൾ ഇതാണ് റിയർ സസ്പെൻഷൻ വരുന്നത്. സെയിം തന്നെ ലെങ്ത്തിലാണ് ഉള്ളത്. ഇനി സ്പ്രിങ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം സ്പ്രിങ്സ് OEM തന്നെയാണ് യൂസ് ചെയ്യുക. ഇതിൻ്റെ മേളിൽ ഒരു അഡാപ്റ്റർ ഉണ്ട്. അതിൻ്റെ മേളിൽ നമ്മൾ ഇത് മൗണ്ട് ചെയ്യുക. ഇതിനെ രണ്ട് രീതിയിൽ ചെയ്യും. ഒന്ന് ഡയറക്റ്റ് മോട്ടറിൻ്റെ മേളിൽ മൗണ്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ കിറ്റ് യൂസ് ചെയ്തിട്ട് മോട്ടർ നമുക്ക് വേറെ സ്ഥലത്ത് പ്ലേസ് ചെയ്യാനും പറ്റും. ഡിപ്പെൻസ് ഓൺ ദി കാർ. ഇനി ഇതിനകത്തേക്ക് രണ്ട് കണക്ഷൻ വന്നിട്ടുള്ളത്, ഇത് റിമോട്ട് കൺട്രോൾ ഡ്രൈവർ യൂണിറ്റിൽ നിന്നുള്ള കണക്ഷനാണ്. ഇത് റിയർ രണ്ട് സസ്പെൻഷൻ വർക്ക് ചെയ്യുന്ന ഒരു മോഡ്യൂൾ ഉണ്ട്. അതിന് സെയിം അതുപോലെ തന്നെ ഫ്രണ്ടും വർക്ക് ചെയ്യുന്ന ഒരു മോഡ്യൂൾ ഉണ്ട്. ഈ മോഡ്യൂളാണ് ഹെഡ് അപ്പ് യൂണിറ്റായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് ടീനിൻ്റെ ഡാമ്പർ ആൻഡ് കൺട്രോൾ മോഡ്യൂൾ വരുന്നത്. ഇതാണ് EDFC മോഡ്യൂൾ. എല്ലാവരും ചോദിക്കാറുണ്ട് എന്താണ് EDFC മോഡ്യൂൾ. ഇത് ഡാഷ്ബോർഡിനകത്താണ് വരിക. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് കാണിച്ചു തരാം. ഈ ഡാമ്പറിൻ്റെ മുകളിലാണ് നമ്മൾ മോട്ടർ മൗണ്ട് ചെയ്യുക. ഇതിനകത്തൊരു നീഡിലുണ്ട്. ഈ നീഡിൽ ടേൺ ചെയ്ത് കഴിഞ്ഞാൽ സസ്പെൻഷൻ്റെ ഡാമ്പിംഗ് ഫോഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും. മാനുവലി ചേഞ്ച് ചെയ്യുന്നതിന് പകരം നമ്മളൊരു കൺട്രോൾ മോഡ്യൂൾ വെച്ചിട്ടാണ് ഈ ഡാമ്പിംഗ് ഫോഴ്സ് ചേഞ്ച് ചെയ്യുക. ആ കൺട്രോൾ ചെയ്യുന്ന മോട്ടറിൻ്റെ ഡെമോ ആണിത്. 4 വീലായിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഫ്രണ്ട് ഉണ്ട്, റിയർ ഉണ്ട്, 4 ഇൻഡിവിജ്വൽ കാണിക്കുന്നുണ്ട്. ഈ മോട്ടർ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു റിമോട്ട് കൺട്രോൾ ഡ്രൈവർ യൂണിറ്റ് ആയിട്ടാണ്. ഈ കൺട്രോൾ യൂണിറ്റ് ആണ് ഹെഡ് അപ്പ് യൂണിറ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് EDFC മോഡ്യൂൾ. അപ്പം നമ്മൾ ഡെമോ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം ഇതിനകത്തൊരു GPS മോഡ്യൂളുണ്ട്. അപ്പോൾ സ്പീഡിനനുസരിച്ചും ടെറൈനനുസരിച്ചും ഇതിൻ്റെ ഡാമ്പിംഗ് ഫോഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതാണ് ഇപ്പോൾ ഡെമോ കാണിക്കുന്നത്. വെഹിക്കിൾ ടേൺ ചെയ്താലും അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്താലും ആക്സിലേറ്റ് ചെയ്താലും ഈ ഡിവൈസ് സെൻസ് ചെയ്യും ദാറ്റ് വെഹിക്കിൾ ഇസ് മൂവിങ്, അല്ലെങ്കിൽ വെഹിക്കിൾ ഇപ്പം ആക്സിലേറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ടേൺ ചെയ്യുകയാണ്. അപ്പോൾ ടേൺ ചെയ്യുന്നതനുസരിച്ച് അവർ സ്റ്റെബിലിറ്റി കീപ്പ് ചെയ്യാനായിട്ട് ഡാമ്പിംഗ് ഫോഴ്സ് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോർച്യൂണറിൻ്റെ വർക്ക് ഫുള്ള് ഫിനിഷ് ആയിട്ടുണ്ട്. ഇതാണ് ലെജൻഡർ കൺവേർഷൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഇനി ടീനും കൂടി ചെയ്തിട്ടുണ്ട്. EDFC ഞാൻ കാണിച്ചു തരാം. ലെജൻഡർ കൺവേർഷനെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല, നമ്മൾ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്. EDFC 5 കാണിച്ചു തരാം. ഇതിപ്പം ബൂട്ടിംഗ് മോഡാണ്, കാണാൻ പറ്റും. അത് കഴിഞ്ഞ് സ്റ്റെബിലൈസേഷൻ എല്ലാം ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യും, എന്നിട്ട് സ്റ്റാർട്ട് ആവും. നമ്മൾ ഏത് മോഡലാണ് ഇടുന്നത് ആ മോഡിൽ സെറ്റായിട്ടിരിക്കും. ഓട്ടോയിൽ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോയിൽ വർക്ക് ചെയ്യാം. സസ്പെൻഷൻ അപ്ഗ്രേഡിന് ശേഷം എന്താണ് റിസൾട്ട് എന്നുള്ളത് നമുക്ക് കസ്റ്റമറിനോട് തന്നെ ചോദിച്ചു നോക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ വലിയ പമ്പാണ് കയറിയത്, പക്ഷെ ഒരു ചെറിയ പമ്പ് കയറിയൊരു ഫീലുണ്ട്. നമ്മുടെ ആ സൈഡിൽ നല്ല കയറ്റത്തിൽ നമ്മൾ കയറി ഇപ്പോൾ ഇറങ്ങിയത് വളവില്ലേ, ആ കലിങ്ങി ഈ സ്ലാബ് പൊങ്ങിയിരിക്കുകയായിരുന്നു. പക്ഷെ ആ ഫീല് വരുന്നില്ലല്ലോ. നേരത്തെ ടക്ക് ടക്ക് എന്ന് പറഞ്ഞ് അടിക്കുമായിരുന്നു. ഇപ്പൊ പക്ഷെ നമ്മൾ ഒട്ടും അറിയുന്നില്ല. നമുക്ക് അവിടെ ചവിട്ടോലും വേണ്ട, നല്ല ആ വരുന്ന സ്പീഡിൽ തന്നെ കയറി അങ്ങ് പൊയ്ക്കോളൂ. അപ്പോൾ ഇതാണ് ട്രൂ കസ്റ്റമർ ഫീഡ്ബാക്ക്. അപ്പോൾ എല്ലാ സസ്പെൻഷൻസും പെർഫോമൻസ് സസ്പെൻഷൻ എല്ലാം ഓഫ് റോഡിനും ഓൺ റോഡിനും വേണ്ടി മാത്രം ചെയ്യുന്നതല്ല, റോഡിൽ ഏറ്റവും പെർഫോമൻസ് വരുന്ന രീതിയിലും ചെയ്യുന്നതും പെർഫോമൻസ് സസ്പെൻഷൻസ് ആണ്. ഇപ്പം ഈ ഫോർച്യൂണറിലാണെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റോക്ക് ഹൈറ്റ് ആണ്, ഹൈറ്റിൽ ഒന്നും ഒരു ചേഞ്ച് ഇല്ല. പക്ഷേ ഇത് കൊടുക്കുന്ന റിസൾട്ട് വേറൊരു ബ്രാൻഡിനും കൊടുക്കാൻ പറ്റാത്ത, അതാണ് ടീനിൻ്റെ ക്വാളിറ്റി. അപ്പം അടുത്ത വീഡിയോയിൽ വേറെ കാറുമായിട്ട് കാണാം.